നമസ്കാരം. മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്ന പരിപാടിയുടെ 6ാം ദിനത്തിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിലെ ക്രൈസ്തവ അവഹേളനത്തെ പറ്റിയുള്ള വസ്തുതകളാണ് സി ന്യൂസ് ടിവിയുടെ മേധാവി ശ്രീ ജോസഫ് ദാസൻ ഇന്നലെ പങ്കുവച്ചത്. മാധ്യമ മേഖലയിൽ സംഭവിക്കുന്ന മൂല്യച്യുതിക്ക് പിന്നിലെ കാരണങ്ങളെപ്പറ്റിയും അദ്ദേഹം സംസാരിച്ചു. അച്ചടി ദൃശ്യമാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ അവഹേളനത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഫാദർ റോയി കണ്ണഞ്ചിറ CMA ആണ്. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഷക്കീന TV ഒരുക്കുന്ന മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്ന ചിന്താ പദ്ധതിയുടെ തുടർച്ചയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ക്രൈസ്തവ സമൂഹം സ്വന്തമായ ഒരു വിശ്വാസ സംഹിതയുടെ ചുമട്ടുകാരാണ്. 2000 വർഷങ്ങളായി ദൈവപുത്രനായ ക്രിസ്തുനാഥനിൽ നിന്ന് സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയിലൂടെ ഈ വിശ്വാസ ജീവിത യാത്ര തുടരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമാണ് കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ ക്രൈസ്തവ സമൂഹം. ഇന്ന് 235 കോടിയിലേറെ ലോക ജനസംഖ്യയിൽ ഏകദേശം 1/3 അടുത്ത് വരുന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകത്ത് വ്യാപിച്ചു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ 2000 വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്. കേരളത്തിൻ്റെ നാനാതരത്തിലുള്ള പുരോഗതിയിൽ, എല്ലാവിധത്തിലുമുള്ള വളർച്ചയിൽ ക്രൈസ്തവ സമൂഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവർക്കും സുവിദിതമാണ്. ആർക്കും അത് മറച്ചുവെക്കുവാൻ സാധ്യമല്ല. ഏറ്റവും മാന്യമായ ഒരു സഹജീവനം സാധ്യമാക്കുന്ന അയൽക്കാരാണ് എവിടെയും ക്രൈസ്തവർ. നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക. ഈ ഒരു ക്രിസ്തു വചനമാണ് തങ്ങളുടെ സമൂഹ ജീവനത്തിൻ്റെ അപരോന്മുഖതയുടെ ആഭരണമായി ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയ വിദ്വേഷത്തിൻ്റെയോ ശത്രുതയുടെയോ പകയുടെയോ വൈരാഗ്യത്തിൻ്റെയോ ഒന്നും ഉദാഹരണങ്ങൾ ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കാതെ തന്നെയാണ് മാന്യമായ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹജീവനത്തിന് ഓരോ ക്രൈസ്തവനും പ്രതിജ്ഞാബദ്ധമായ ഒരു ജീവിത ശൈലി സ്വീകരിച്ചിരിക്കുന്നത്. കുറവുകൾ ഉണ്ടാവുന്നുണ്ടാവാം, പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവാം, എന്നാൽ ഇതാണ് ദർശനം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ജനത ഏത് രാഷ്ട്രത്തിലായാലും ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ആ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരുന്ന ജനസമൂഹത്തോടൊപ്പം ചേർന്ന് പൊതുസമൂഹ നിർമ്മിതി സാധ്യമാക്കുകയാണ്. ഇവിടെ ഈ ഭാരതത്തിലും ഈ കേരളത്തിലും എവിടെയൊക്കെയാണോ ക്രൈസ്തവ ജനത ജീവിതം ആരംഭിച്ചിട്ടുള്ളത് അവിടെയെല്ലാം തങ്ങളുടെ അയൽപക്കത്തുള്ള എല്ലാ മനുഷ്യ സഹോദരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സഹജീവന സാധ്യത ഉണർത്തിക്കൊണ്ട് സമൂഹ നിർമ്മിതിയിലും രാഷ്ട്രനിർമ്മിതിയിലും പങ്കുചേരുന്ന കുലീനതയുള്ള ഒരു ജീവിത സംസ്കൃതിയുടെ അടയാള സാക്ഷ്യങ്ങളായിട്ടാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹം വളർന്നത്, പടർന്നത്, ഇന്നും നിലനിൽക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിലും വിദ്യാഭ്യാസ വളർച്ചയിലും ആത്മീയ വളർച്ചയിലും ക്രൈസ്തവ സമൂഹം ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമാകണമെന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഷക്കീന TVക്ക് മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്നൊരു ശീർഷകം കൊടുത്ത് ഇത്തരത്തിൽ ഒരു ചിന്താ പദ്ധതി 5 ദിവസങ്ങളായിട്ട് അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്നത് ഈ ശ്രോതാക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, പ്രേക്ഷകർക്ക് ഒരു പുനർവിചിന്തനത്തിന് കാരണമാണ്.
ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും നിലനിൽക്കുന്നിടത്തോളം കാലമാണ് ആ സമൂഹത്തിന് അഭിമാന ബോധത്തോടു കൂടിയുള്ള സഹജീവനം സാധ്യമാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അത് ക്രൈസ്തവരെ സ്നേഹിക്കുന്നവർക്കും ക്രൈസ്തവരെ സ്നേഹിക്കാത്തവർക്കും അറിയാം. പരസ്പരമുള്ള ഈ മതിപ്പ് അത് നിലനിർത്താൻ കഴിയുന്നിടത്തോളമാണ് ഒരു സമൂഹം എന്നുള്ള നിലയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുക. മതിപ്പ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയില്ല. മതിപ്പ്, പരസ്പരമുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് മുഖത്തോട് മുഖം നോക്കാൻ കഴിയില്ല. ഇവിടെ മതിപ്പ് എന്ന പദം ഞാൻ ഒരു ഭാഷയായിട്ടാണ് ഉപയോഗിക്കുക. മതിപ്പ് ഒരു ഭാഷയാണ്. രണ്ട് വ്യക്തികൾക്ക് പരസ്പരം ആശയവിനിമയം സഫലമായി നിർവഹിക്കാൻ പരസ്പരമുള്ള മതിപ്പ് ഒരു കാരണമാണ്. ക്രൈസ്തവ സമൂഹത്തിന് ഓരോ അംഗത്തിനും ഈ മതിപ്പ് നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിലമതിക്കാൻ കഴിയുന്ന വിശുദ്ധമായ ഒരു പാരമ്പര്യത്തിൻ്റെയും ഒരു ചരിത്ര സംസ്കൃതിയുടെയും സംവാഹകരാണ് ഈ വർത്തമാനകാലത്തിലെ ക്രൈസ്തവ സമൂഹമെന്ന് അവർ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ സമൂഹത്തോട് ക്രൈസ്തവ സമൂഹത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത്, ക്രൈസ്തവ സമൂഹത്തെപ്പറ്റി അഭിപ്രായം പറയുന്നത് ക്രൈസ്തവർ മാത്രമല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിചിന്തനത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള വേദി ഒരുങ്ങേണ്ടി വന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ചിന്തകളിലേക്ക് ഞാൻ കടക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സമൂഹം മാത്രമല്ല, എല്ലാ മതസമൂഹങ്ങളും, പൊതുസമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ സമൂഹങ്ങളും പരസ്പരം ആദരവും മതിപ്പും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ, ക്രൈസ്തവ സഭയുടെ ഒരു നിലപാട്. മറ്റുള്ളവരെ ആദരിക്കുക എന്നാൽ അവർക്ക് അവരെ പറ്റിയുള്ള മതിപ്പ് നിലനിർത്തുക. അങ്ങനെ പരസ്പരം ആദരിക്കുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമാവുക, നല്ല അയൽക്കാരനാവുക. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് ഇത്രയും കാലം വളർന്നപ്പോൾ പാരമ്പര്യമായി പകർന്നു കിട്ടിയ അഭിമാന ബോധത്തിൻ്റെ ആ ഒരു ദൃഢമായ സ്നേഹച്ചങ്ങലയുടെ ബലത്തിലാണ് ഈ ഒരു യാത്ര മുന്നോട്ട് നീങ്ങിയത്. ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അച്ചടി മാധ്യമത്തിലൂടെ മാത്രം വരുന്ന വാർത്തകൾ വായിച്ച് മനസ്സിലാക്കി ഒരു സമൂഹം പാരമ്പര്യമായി പകർന്നു കിട്ടിയ വിലമതിക്കാനാവാത്ത വിശുദ്ധമായ ചരിത്ര സംസ്കൃതിയെ സംവഹിക്കുകയാണ്. എന്നാൽ ഈ കുറച്ച് കാലങ്ങളായി നമ്മുടെ വാർത്താമാധ്യമ സാധ്യതകളൊക്കെ അങ്ങോട്ട് വിപുലീകരിക്കപ്പെട്ടപ്പോൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം സംഭവിച്ചപ്പോൾ, ആശയവിനിമയത്തിനുള്ള സാധ്യത ആർക്കും സാധ്യമാണ് എന്ന് വന്നപ്പോൾ ഒരു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്താ അവതരണ ശൈലിയും വാർത്താ രൂപീകരണ ശൈലിയും ഇവിടെ ആരംഭിക്കുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ്. അത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ തയ്യാറാക്കുകയും വാർത്തകൾ കണ്ടെത്തുകയും അസത്യങ്ങളെ സത്യങ്ങളായി സംഘടിതമായി അവതരിപ്പിക്കുന്ന ഗീബൽസിയൻ തന്ത്രം ഉപയോഗിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്തസ്സ് പൊതുസമൂഹത്തിൽ തകർത്ത് കളയുകയും ചെയ്യുവാനുള്ള സംഘടിതമായ പരിശ്രമം നടക്കുന്ന ചില സാഹചര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ക്രൈസ്തവ സമൂഹവുമായും ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹവുമായും ചർച്ച ചെയ്യുകയാണ് ഷെക്കേന ടി വി മാധ്യമധർമ്മമായി കരുതി ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഒരു പരിശ്രമത്തോട് കൂട്ടിച്ചേർന്നുകൊണ്ട് ഈ ഒരു ചിന്ത പങ്കുവയ്ക്കുവാനാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അവമതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പരസ്പരം മുഖത്തു നോക്കാൻ കഴിയാത്ത രീതിയിൽ അപകർഷതാബോധമുണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ശരീരഭാഷയല്ല, മാനസിക ഭാഷ.
അങ്ങനെ അവമതിപ്പ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാതൃഭാഷയാക്കി മാറ്റണമെന്ന് വാശി പിടിക്കുന്ന ചില മാധ്യമങ്ങളുടെ ഗൂഢാലോചനകൾക്കെതിരെയാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാധ്യമ ബോധം ഉണർന്ന് എഴുന്നേൽക്കുന്നത്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്? ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, ക്രൈസ്തവ സമൂഹം ആരംഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാത്രമാണ് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തകളുടെ അവതരണവും വാർത്തകളുടെ വിശകലനവും. ചില ചാനൽ ചർച്ചകൾ കേൾക്കുമ്പോൾ, ചില വിഷയങ്ങളെ ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് നിരീക്ഷിക്കുമ്പോൾ ആ മാധ്യമം ആരുടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു പോകും. എന്തുകൊണ്ടാണ് ഇത്ര സംഘടിതമായ കള്ളം ഇത്ര വിദഗ്ധമായി അവതരിപ്പിക്കുന്നതിന് ഇവർ പരിശ്രമിക്കുന്നത് എന്ന് സാമാന്യ ബോധമുള്ള, സാക്ഷരതയുള്ള ഒരു മനസ്സ് ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്ന സാമൂഹ്യ സേവനവും സമൂഹത്തിൻ്റെ പടുത്തുയർത്തലും വിവര വിതരണവുമെല്ലാം ആദരവോടെ നോക്കിക്കാണുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മാധ്യമങ്ങളുടെ ആക്രമണ ശൈലിക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത്, മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, പ്രേക്ഷകരോട് പറയട്ടെ, ചില ചാനലുകളുടെ അന്തിച്ചർച്ചകൾ കാണുമ്പോൾ സമൂഹത്തിൻ്റെ, നഗരത്തിൻ്റെയൊക്കെ പുറംപോക്കിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന വിസർജ്യങ്ങളെ ഓർമ്മിപ്പിക്കുക. ചില ചാനൽ അവതാരകരുടെ കസേരയിരിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിൻ്റെ മുകളിലാണെന്ന് തോന്നിപ്പോവുകയാണ്. നന്മയൊന്നും പങ്കുവെച്ചു കൊടുക്കാനില്ലാത്ത ചില മാധ്യമങ്ങളുണ്ട് ഇവിടെ. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ, ഒരു വിഷയത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള മറ്റൊന്നുമല്ല, എങ്ങനെ അത് ഏറ്റവും വികൃതമായി, തിന്മയായി ഈ ഒരു സമൂഹത്തിൻ്റെ ഉള്ളുമുറിക്കാൻ ഉപയോഗിക്കാം എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കാണുമ്പോൾ ഈ തെരുവിൽ നിന്ന് ഈ വിസർജ്യം മാത്രം വാരി തിന്നുന്ന തെരുവ് ജീവികളുടെ, ജന്തുക്കളുടെ ഒരു ശരീരഭാഷയും ചില ശബ്ദഭാഷകളുമൊക്കെ ചാനൽ ചർച്ചകളിൽ നിന്ന് കേൾക്കേണ്ടി വരികയാണ് ഈ വർത്തമാനകാലത്തിൽ. അങ്ങനെ അഴുക്ക് മാത്രം തിരഞ്ഞെടുത്ത് വിപണനം ചെയ്ത് അരി മേടിക്കണം എന്ന് വ്രതം ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർ കേരളത്തിൻ്റെ മാധ്യമ സംസ്കാരത്തിന് ഒരു കറുത്ത പൊട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് സമൂഹത്തിൻ്റെ ആണെങ്കിലും, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആണെങ്കിലും, മറ്റേത് മതസമൂഹത്തിൻ്റെ ആണെങ്കിലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആണെങ്കിലും കുറവുകൾ മാത്രം എടുത്ത് വിശകലനം ചെയ്യുന്ന ചാനൽ പ്രവർത്തകരോട്, മാധ്യമപ്രവർത്തകരോട്, ഈ അഴുക്ക് കച്ചവടം ചെയ്യുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അരി മേടിക്കാനാണ് എങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നന്മ പറഞ്ഞാൽ അതിനേക്കാൾ, അവർ തരുന്ന അതിനേക്കാൾ പണം ഞങ്ങൾ പിരിച്ചു തരാം. ആക്ഷേപിക്കാനാണെങ്കിൽ, അപഹസിക്കാനാണെങ്കിൽ, ഒരു സമൂഹത്തിൻ്റെ അന്തസ്സ് തകർക്കാനാണെങ്കിൽ, ഒരു സമൂഹം ഇന്നോളം കാത്തുസൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അഭിമാനബോധവും മതിപ്പും ഇല്ലാതെയാക്കി അവമതിപ്പിനെ മാതൃഭാഷയായിട്ട് എഴുതി വെച്ച് തരാനാണെങ്കിൽ, ഈ ആക്ഷേപിക്കപ്പെടുന്ന സമൂഹത്തിനൊരു പ്രതിബോധ നിർമ്മിതി, ഒരു മാധ്യമ ജാഗ്രതയുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിബോധ നിർമ്മിതി നിലനിൽപ്പിൻ്റെ ആവശ്യമായി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാധ്യമ ചർച്ചകളിലൂടെ ഒരു മാധ്യമ ജാഗ്രതയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുന്നത് എന്ന് ഉറക്കെ പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ പുണ്യശ്ലോകനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബാങ്കോക്കിൽ വിമാനമിറങ്ങിയതിൻ്റെ കഥ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. ബാങ്കോക്കിൽ വിമാനമിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയപ്പോൾ ഇതുപോലെ ഈ തെരുവിൻ്റെ വിസർജ്യക്കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും, മാധ്യമപ്രവർത്തകർക്കും ഒക്കെ അറിയാം. ചോദിച്ച ചോദ്യം ഇതാണ്: താങ്കൾ ബാങ്കോക്കിലെ വേശ്യാലയങ്ങൾ സന്ദർശിക്കുമോ എന്നാണ്.
അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ബാങ്കോക്കിൽ വേശ്യാലയങ്ങളുണ്ടോ? ഇതാണ് സംഭാഷണം. പിറ്റേ ദിവസത്തെ പത്രത്തിൻ്റെ ശീർഷകം എന്താണ്? മുഖ്യ ശീർഷകം എന്താണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബാങ്കോക്കിൽ വിമാനമിറങ്ങിയ ഉടനെ ചോദിച്ചു, ബാങ്കോക്കിൽ വേശ്യാലയങ്ങളുണ്ടോ? ഇത് വാർത്തയുടെ സത്യത്തെ വക്രീകരിച്ച് വികൃതമാക്കി അവതരിപ്പിക്കുന്ന മാധ്യമതന്ത്രത്തിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മാധ്യമങ്ങൾ നമുക്കാവശ്യമാണ്, ആശയവിനിമയത്തിന് ആവശ്യമാണ്. മാധ്യമങ്ങൾ നമുക്കാവശ്യമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4ാമത്തെ തൂണായ മാധ്യമങ്ങളെ നമുക്കാവശ്യമാണ്. പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ അത് പരസ്പരമുള്ള പടുത്തുയർത്തലിന് വേണ്ടിയാകണം. അങ്ങനെയല്ലാതെ വരുമ്പോൾ അപഹസിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചില സ്ഥാപിത താല്പര്യക്കാരുടെ അധിനിവേശത്തിന് ഇരയാവുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ നിലനിൽപ്പിന് വേണ്ടി സംഘടിതരാവുകയും ജാഗ്രതയോടുകൂടി പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യും മാധ്യമബോധത്തോടെ തന്നെ. അത്തരത്തിലുള്ള ഒരു മാധ്യമബോധനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഷക്കീന TV-യുടെ ഈ ഒരു വിചിന്തന പ്രക്രിയയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാക്ഷരത വളർന്നപ്പോൾ, മാധ്യമ സംസ്കാരം വളർന്നപ്പോൾ ഒരു പൊതുസമൂഹം കുലീനതയുടെ ചിഹ്നമായി മാറും. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ലോകത്തിന് മുമ്പിൽ ഏറ്റവും സംസ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായി മാറും എന്ന് സ്വപ്നം കണ്ടവരുണ്ട് ഈ വർത്തമാനകാലത്ത്. എന്നാൽ മാധ്യമങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക്, അച്ചടി മാധ്യമങ്ങൾക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു മത്സര പ്രക്രിയയായി മാറിയ വർത്തമാനകാലത്തിൽ വാർത്തകളുടെ അവതരണത്തിലുള്ള പുതുമയും പ്രേക്ഷകരെ വശീകരിച്ച് ആകർഷിച്ച് നിർത്താനുള്ള ശേഷിയുമാണ് വരുമാന മാർഗത്തിൻ്റെ മാനദണ്ഡം എന്ന നിലയിലേക്ക് മാധ്യമപ്രവർത്തനം മാറിയപ്പോൾ ഏതു വിധേനയും പ്രേക്ഷകരെ ആകർഷിച്ച് നിർത്തുകയാണ് ഒരു മികച്ച മാധ്യമപ്രവർത്തകൻ്റെ അടയാളം എന്ന് അങ്ങ് വിശ്വസിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെ, ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ, ശ്രോതാക്കളെ, പ്രേക്ഷകരെ നിലനിർത്തുക, അതിനെന്ത് ചെയ്യാൻ കഴിയും? അതിന് സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് കേൾക്കാൻ? ഇവിടെ സത്യത്തിന് എന്താണ് വില? ഇവിടെ കേരളത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഓടി, ഒന്നും കൂട്ടിയിടിച്ചില്ല. ഒരു വാർത്തയല്ല. എവിടെയെങ്കിലും വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കുറച്ചുപേർ മരിച്ചു കഴിഞ്ഞാൽ അത് വാർത്തയാണ്. അപകടങ്ങൾ വാർത്തയാണ്. എല്ലാവരും സത്യസന്ധമായി പെരുമാറി. ശീർഷകം കൊടുക്കാൻ പറ്റുമോ പത്രത്തിൽ? വാർത്തയല്ല. അപ്പോൾ കള്ളങ്ങൾ തിരഞ്ഞെടുക്കുക, അത് ക്രമവിരുദ്ധമാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുക, അങ്ങനെ നേരിൻ്റെ പാതയിൽ പൊതുസമൂഹത്തെ നയിക്കുക, ഇതെല്ലാം മാധ്യമങ്ങളുടെ ധർമ്മം തന്നെയാണ്. തെറ്റ് തെറ്റാണ് എന്ന് പറയേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മം തന്നെയാണ്. എന്നാൽ കൃത്രിമമായി ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും 1-2 പേരുടെ പിഴവുകളെ മുഴുവൻ പർവ്വതീകരിച്ച് ഒരു സമൂഹത്തിൻ്റെ ഇന്നോളമുള്ള യാത്രാപഥങ്ങളെ മാലിന്യം കൊണ്ട് അഴുക്ക് പുരട്ടി വികൃതമാക്കുക എന്നത് ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള വാർത്താ അവതരണങ്ങൾക്ക് നേരെയാണ് ഇന്ന് അത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ പൊതുമനസാക്ഷി ഉണർന്നെഴുന്നേൽക്കുന്നത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അഴുക്ക് വിതരണത്തിൻ്റെ മൊത്ത വിൽപ്പനശാലകളായി, മാലിന്യ വിതരണത്തിൻ്റെ സൂപ്പർ മാർക്കറ്റുകളായി അന്തിച്ചർച്ചകളുടെ തമ്പുരാക്കന്മാർ, ചാനൽ തമ്പുരാക്കന്മാർ മാറുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ഏത് വിഷയം വന്നാലും അത് തങ്ങൾക്ക് ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് വീട്ടിലെത്താൻ കഴിയും എന്നുറപ്പുള്ള ഒരു സമൂഹത്തെ പിടിച്ചങ്ങോട്ട് ആക്രമിക്കുക. അത് ക്രൈസ്തവ സമൂഹമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, കാരണം തിരിച്ചാക്രമിക്കില്ല. എന്ത് പറഞ്ഞാലും എത്ര ആക്ഷേപിച്ചാലും ഒരു പ്രതികരണവും നടത്തില്ല. അവരെ ക്രിസ്തു പറഞ്ഞതുപോലെ ക്ഷമിച്ചും സ്നേഹിച്ചും സഹിച്ചും ഇതെല്ലാം കേട്ട് അങ്ങനെ ധ്യാനിച്ചങ്ങ് ജീവിച്ചുകൊള്ളും എന്നൊരു ചിന്തയാണ് ഈ വാർത്താ അവതാരകരുടെ മനസ്സിലെന്ന് പലപ്പോഴും തോന്നിപ്പോകും. കാരണം ഈ കഴിഞ്ഞയുടെ
ഏറ്റവും വേദനയോടുകൂടി ഞാൻ പറയുകയാണ്, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ 2021 ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദാരുണമായ ചില ജീവഹാനിയുടെ കഥകളുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരിമാരുടെ വേദനിപ്പിക്കുന്ന കഥകളുണ്ട്. ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരിമാരുടെ അത്തരത്തിലുള്ള കഥകൾ ചർച്ച ചെയ്ത വേദിയിൽ പോലും ഏറ്റവും വലിയ ഭൂഖണ്ഡത്തിൻ്റെ പേരിലുള്ള ഒരു ചാനലിൽ കത്തോലിക്ക സഭയെ തന്നെ വലിച്ചെടുത്ത് കൊണ്ടുവന്നിടുവാൻ വേണ്ടി ആ ചാനൽ അവതാരകൻ കാണിച്ച ഒരു സാമർഥ്യമുണ്ടല്ലോ, ആ സാമർഥ്യത്തെയാണ് ഞാനിവിടെ ചോദ്യം ചെയ്യുന്നത്. എന്തിനായിരുന്നു സ്നേഹിത, എന്തിനായിരുന്നു? ഇതാണ് ടാർഗറ്റഡ് ന്യൂസ് ക്രിയേഷൻ, ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാർത്താ നിർമ്മാണം എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വാർത്തകളെടുത്ത്, അസത്യങ്ങളെടുത്ത് വാർത്തകളാക്കി കച്ചവടം നടത്തുന്ന മാധ്യമങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിഷയങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കും രക്ഷപ്പെടുകയില്ല എന്നാണ്, ഞങ്ങളും രക്ഷപ്പെടുകയില്ല എന്നാണ്. അത് ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ഇത് ഒരു സമൂഹത്തിൻ്റെ മതിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി, ഒരു സമൂഹത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തിയാലും ഞങ്ങൾക്ക് അരി മേടിച്ചാൽ മതി, ആരൊക്കെ ഇവിടെ ആക്ഷേപത്തിൻ്റെ ഉടയാടയണിഞ്ഞ് അപഹസിക്കപ്പെട്ട് അപമാനവീകരണത്തിന് വിധേയമായാലും ഞങ്ങൾക്കരി മേടിക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വാർത്ഥതയുടെ ആർത്തിയുടെ ഇരയാകാൻ ഇനി ഇവിടെ ഒരു സമൂഹം, ഇനി ഇവിടെ ക്രൈസ്തവ സമൂഹം തയ്യാറല്ല എന്ന് പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് നേരെ പറയുകയാണ് ഈ ഉണർന്നെഴുന്നേൽക്കുന്ന മാധ്യമ ജാഗ്രതയുള്ള ക്രൈസ്തവ ബോധം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല, ഇന്നോളം കടന്നു വന്ന കാലങ്ങളിലൊക്കെ ക്രൈസ്തവ സമൂഹം പീഡനത്തിന്, മതപീഡനത്തിന് വിധേയമായിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, 1997 ഗുജറാത്തിൽ തകർക്കപ്പെട്ടത് 22 ദേവാലയങ്ങളാണ്. 50,000-ലധികം വിശ്വാസികൾ പലായനം ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ഭവനങ്ങളില്ലാതെയായി. 2007-2008 കേരള ക്രൈസ്തവർക്കല്ല, ഭാരത ക്രൈസ്തവർക്കല്ല, ആഗോളതലത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും ഓർക്കാതിരിക്കാൻ പറ്റാത്ത ഒരു വർഷമാണ്. ഒറീസയിലെ കാണ്ടമാലിൽ നടന്ന ക്രൈസ്തവ മതപീഡനം. എത്ര ക്രൂരമായിട്ടാണ് ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടത്. വീട് നഷ്ടപ്പെട്ടവർ, വിശ്വാസം നഷ്ടപ്പെടാതെ വീട് വിട്ടിറങ്ങി ഓടിയവർ, കാട്ടിലും മേട്ടിലും കിതപ്പ് മാറ്റുന്ന ഓരോ കിതപ്പിനും ഓരോ കുതിപ്പിനും ക്രിസ്തുവിൻ്റെ പേര് ചേർത്ത് വെച്ച് ശ്വാസം വലിച്ചവർ, അന്ത്യശ്വാസം വരെ വരിച്ചവർ, എത്രയെത്ര. ക്രൈസ്തവ പീഡനങ്ങളുടെ ഒരു നാൾ വഴി എടുത്താൽ 2014 ഡൽഹിയിലെ ദേവാലയങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായതിൻ്റെ ഓർമ്മ മനസ്സിലുണ്ട്. 2018 മധുരയിലെ ദേവാലയങ്ങൾ തല്ലി തകർത്തതിൻ്റെ ഓർമ്മ മനസ്സിലുണ്ട്. 2019 ജാർഖണ്ഡിൽ ദേവാലയങ്ങളും വിശ്വാസികളും ഒക്കെ ആക്രമണത്തിന് ഇരയായതിൻ്റെ ഓർമ്മയുണ്ട്. 2021 ആദിവാസികളുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിക്കേണ്ടി വന്ന സ്റ്റാൻ സ്വാമി എന്ന പുണ്യശ്ലോകനായ ധീരനായ വൈദികൻ്റെ ആത്മബലി ഓർമ്മയുണ്ട്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആക്രമണത്തിന്, ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണത്തിന് ഇരയായതിൻ്റെ ഓർമ്മകൾ മനസ്സിലുണ്ട്. ലോകം മുഴുവൻ ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ, വിശ്വാസിയാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ആക്രമണങ്ങളുടെയും ഈ മതപീഡനത്തിൻ്റെയും ഓർമ്മകൾ പുനഃസ്മരിച്ചതിൻ്റെ കാരണം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ പൊതുമാധ്യമ സംസ്കാരം ഈ ഒരു വിഭാഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന പീഡനങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിച്ചത്, എങ്ങനെയാണ് അവർ ഇത് വാർത്തയാക്കിയത് എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സാക്ഷര സമ്പന്നരായ പ്രേക്ഷകരുമായി ഒന്ന് സംവദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ഓർമ്മ വീണ്ടെടുത്തത്. പ്രിയപ്പെട്ടവരെ, നീതിയുടെ പക്ഷം ചേരേണ്ടവരാണ് മാധ്യമങ്ങൾ. ഓരോ മാധ്യമവും, ഓരോ ദിനപത്രവും, ഓരോ ചാനലും, ഓരോ
മാസികകളുമൊക്കെ അവതരിപ്പിക്കുന്ന വാർത്തകളുടെയും വാർത്താ വിശകലനങ്ങളുടെയും ഉള്ളടക്കത്തിൻ്റെ സത്യസന്ധതയുടെ അളവെടുത്തുകൊണ്ട് വേണം സത്യത്തിൽ ഒരു മാധ്യമത്തെ നമ്മൾ വിലയിരുത്താൻ, ഒരു സംഭവത്തെ വിലയിരുത്താൻ, ഒരു വാർത്ത വായിച്ച് മനസ്സിലാക്കാൻ. നീതിയുടെ പക്ഷത്ത് നിൽക്കുകയും അനീതിക്കിരയാവുകയും ചെയ്യുന്നവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മാധ്യമം അതിൻ്റെ നേരിൻ്റെ പാതയിൽ ചരിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ചില വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. 2004 സെപ്റ്റംബർ 4 അന്ന് ലോകത്തിൻ്റെ ലോകഹൃദയം ആഹ്ലാദത്തോടെ തുടിച്ചുണർന്ന ഒരു ദിവസമാണ്. അന്നാണ് ലോകം മുഴുവൻ പാവങ്ങളുടെ അമ്മ എന്ന് വിളിച്ച കൽക്കട്ടയിലെ മദർ തെരേസ ആഗോള ക്രൈസ്തവ ജനതയുടെ ഹൃദയത്തിനു മുകളിൽ വിശുദ്ധപദം അലങ്കരിച്ച് ആദരിക്കപ്പെട്ടത്. മദർ തെരേസ വിശുദ്ധയായത് 2004 സെപ്റ്റംബർ 4-നാണ്. 2004 സെപ്റ്റംബർ മാസം 3-ാം തീയതി ഇന്ത്യയുടെ സമയബോധത്തെ സൂചിപ്പിക്കുന്ന ഈ ഒരു ദിനപത്രം, ആ ദിനപത്രത്തിൻ്റെ മുഖ്യ പേജിൽ, ലീഡർ പേജിൽ ഒരു വിശകലനം വാർത്തയായിട്ട് വന്നു. മദർ തെരേസ പാവങ്ങളുടെ മുതുകത്ത് ചവിട്ടി 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 സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ഒരു രേഖാചിത്രം ഒരു പേജ് നിറയെ അവതരിപ്പിച്ചുകൊണ്ട് ആ ദിനപത്രം ലോകം മുഴുവൻ ആദരിക്കുന്ന അനേകായിരം പാവങ്ങൾക്ക് ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സാന്നിധ്യമായി മാറിയ മദർ തെരേസയെ ആക്ഷേപിച്ചു. മദർ തെരേസയെ ആക്ഷേപിച്ചത് ആ ദിനപത്രം മാത്രമല്ല, ഒരു വ്യക്തമായ താല്പര്യത്തിൻ്റെ പേരിൽ, സ്ഥാപിതമായ ചില ലക്ഷ്യങ്ങളുടെ പേരിൽ പുണ്യം മാത്രം ചെയ്ത ഒരു സ്ത്രീജന്മത്തെ ആരോപണങ്ങളുടെ പുണ്ണുകൊണ്ട് മൂടിയ ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ ഇരയാകേണ്ടി വന്നു മദർ തെരേസയ്ക്ക്. മദർ തെരേസ ചെയ്തത് മതപരിവർത്തനത്തിന് വേണ്ടിയായിരുന്നുവെന്ന്, മദർ തെരേസ ചെയ്തത് പണസമ്പാദനത്തിന് വേണ്ടിയായിരുന്നുവെന്ന്, മദർ തെരേസ കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് സംഭാവന വാങ്ങിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച ജസ്റ്റിസ് കഡ്ജുവിനെ പോലെയുള്ളവരുൾപ്പെടെ മദർ തെരേസയെ ആക്ഷേപിച്ചപ്പോൾ കേരളത്തിൽ പൊതുസമൂഹം ആദരിക്കുന്ന മാധ്യമങ്ങൾ ആ പുണ്യവതിയുടെ ജീവിതത്തെ എങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് അന്വേഷിക്കണം. വളരെ സമൃദ്ധമായ മൗനമാണ് മുഖ്യധാര മാധ്യമങ്ങൾ പാലിച്ചത്. ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ ഇങ്ങനെ മുക്കി വയ്ക്കുന്ന മാധ്യമങ്ങളാണ് എന്ന് പൊതുസമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്താ അവതരണങ്ങളാണ് ഉണ്ടായത്. കൽക്കട്ടയുടെ തെരുവീതിയിൽ അഴുക്കിൽ പുരണ്ടു കിടന്ന ചലിക്കുന്നയൊരു മനുഷ്യ ശരീരത്തിനരികിലേക്ക് ഈ അമ്മ ഓടിയെത്തിയതിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്നുണ്ട് അമ്മയുടെ ജീവചരിത്രകാരന്മാർ. ആ മനുഷ്യനെ പൊക്കിയെടുത്ത് അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന അഴുക്കും പുഴുക്കളും മുഴുവൻ തുടച്ചു കളഞ്ഞ് ആ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് സ്വന്തം ആതുര ശുശ്രൂഷ കേന്ദ്രത്തിലേക്ക് പോയി കുളിപ്പിച്ച് നല്ല വസ്ത്രം ഉടുപ്പിച്ച് ആ മനുഷ്യനെ മരണത്തിനൊരുക്കുമ്പോൾ, മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മദർ തെരേസയുടെ മുഖത്തു നോക്കി പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ട്: ഐ വാസ് ട്രീറ്റഡ് ലൈക്ക് എ ഡോഗ് ഇൻ ദ സ്ട്രീറ്റ്, നൗ ഐ ആം ഗോയിങ് ടു ഡൈ ലൈക്ക് ആൻ ഏഞ്ചൽ. ഞാനൊരു തെരുവ് പട്ടിയെ പോലെയാണ് ഈ നഗരത്തിൻ്റെ തെരുവീഥികളിൽ പരിഗണിക്കപ്പെട്ടത്. ഞാനിപ്പോൾ ഒരു മാലാഖയെ പോലെ മരിക്കാൻ പോകുന്നു, അമ്മേ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മരണത്തെ പുലുകിയത്. ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിലെങ്കിലും ആ മനുഷ്യത്വം ആദരിക്കപ്പെട്ടു, എൻ്റെ ഉള്ളിലെ മാനവികതയെ ആദരിച്ചു എന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന മുഖം പോലും അഴുക്കിൽ മുങ്ങിക്കിടന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വിശുദ്ധമായ വിചാരമായി പടർന്നിറങ്ങിയ മദർ തെരേസയെയാണ് ബോധപൂർവമായ ആക്രമണത്തിന് ഇരയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഗോവിന്ദച്ചാമിയുടെയും അയാളുടെ കാമഭ്രാന്തിനിരയായ സൗമ്യ എന്ന നിസ്സഹായായ സഹോദരിയുടെയും ഓർമ്മ മലയാളി മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഗോവിന്ദച്ചാമി എന്ന
ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഈ ഗോവിന്ദച്ചാമിയെ മാമോദീസ മുക്കി ചാർലി എന്ന പേര് കൊടുത്ത് ക്രിസ്ത്യാനിയാക്കുകയും അയാളെ മാമോദീസ മുക്കിയതും അയാൾക്ക് വേണ്ടി വക്കീലിനെ വെച്ചതും അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥനകൾ നടത്തിയതുമൊക്കെ ക്രൈസ്തവ സമൂഹമാണ് എന്ന് പച്ച മലയാളത്തിൽ എഴുതിപ്പിടിച്ച് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ വികലവും വികൃതവുമാക്കിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ആകാശപ്പറവകളാണ് എന്ന് എഴുതി വെച്ച പത്രങ്ങൾ ഇവിടെയുണ്ട്. ഗോവിന്ദച്ചാമിയുടെ വക്കീലിന് പണം കൊടുക്കുന്നത് കുറ്റിക്കലച്ചനാണ് എന്ന് ഇവിടെ എഴുതി പിടിപ്പിച്ച പത്രങ്ങളുണ്ട്. ആരാണ് ഈ കുറ്റിക്കലച്ചൻ? 1993 മദർ തെരേസയുടെ കയ്യിൽ നിന്ന് കാരുണ്യത്തിൻ്റെ തിരി തെളിച്ചെടുത്ത് ഈ തെരുവുകളിൽ ആരുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഭ്രാന്ത് പിടിച്ച മനസ്സുകളെ മനുഷ്യരെ മക്കളെ എന്നപോലെ ദൈവമക്കളായി കരുതിക്കൊണ്ട് മാറോട് ചേർത്തണച്ച് അവർക്കൊരു പുതിയ ജീവിതത്തിന് വഴി തുറന്നു കൊടുത്ത അഗതികളുടെ കൂട്ടുകാരനായിരുന്നു, ആകാശപ്പറവകളുടെ കൂട്ടുകാരനായിരുന്നു. മുമ്പേ പറക്കുന്ന ഈ ആകാശപ്പറവകൾക്ക് മുമ്പേ പറക്കുന്ന പക്ഷിയായിരുന്നു ഈ കുറ്റിക്കലച്ചൻ. അദ്ദേഹം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഈ സൗമ്യയുടെ ഘാതകൻ്റെ സംരക്ഷകനാണ് എന്ന് എഴുതി പിടിപ്പിച്ചപ്പോൾ അതിൻ്റെ സത്യമേതാണ് എന്ന് ഈ എഴുതി വെച്ച മാധ്യമങ്ങളൊന്നും ചിന്തിച്ചില്ല. അത് വായിച്ച് ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ച് നവമാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ച് അടിക്കുറിപ്പുകൾ എഴുതി രസിച്ച ഈ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് ഈ ഒരു വാർത്തയുടെ പുനർവിശകലനത്തിലൂടെ ഒരു പ്രതിബോധ സംസ്കാരം നിർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വാർത്ത വീണ്ടും അവതരിപ്പിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട കുറ്റിക്കിളച്ചൻ ഈ സത്യം തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ആക്ഷേപങ്ങളുടെ കൊടുമുടിയിലാണ്. ഇവിടുന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2016 സെപ്റ്റംബർ മാസം 19 ദീപിക ദിനപത്രത്തിലാണ് കുറ്റിക്കലച്ചൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഒരു ഫീച്ചർ പോലെ അവതരിപ്പിച്ചത്. ആരാണ് കുറ്റിക്കലച്ചൻ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ദീപിക ദിനപത്രം മാത്രമേ തയ്യാറായുള്ളൂ. ബാക്കി എല്ലാവരും കുറ്റിക്കലച്ചനാണ് ഗോവിന്ദച്ചാമിയുടെ രക്ഷകനെന്ന് വാഴ്ത്തുകയായിരുന്നു. ഒടുക്കം ഈ ഗോവിന്ദച്ചാമിയുടെ വക്കീല് തന്നെ എനിക്ക് പണം തരുന്നത് ബോംബെയിലുള്ള ഒരു രഹസ്യ സങ്കേതമാണ് എന്ന് വെളിപ്പെടുത്തിയതുവരെ ഗോവിന്ദച്ചാമിയുടെ വക്കീൽ കാശ് കൊടുത്തുകൊണ്ടിരുന്നത് കുറ്റിക്കലച്ചനാണ് എന്ന് പറയുന്നതിൽ ഒരു ജാള്യതയും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക്. എവിടെയായിരുന്നു സത്യം? ഈ ആക്ഷേപിച്ചവരൊക്കെ ആക്ഷേപങ്ങൾ തിരുത്തി എഴുതിയോ? കുറ്റിക്കലച്ചനെയും അതുവഴി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആതുര സേവന ശുശ്രൂഷകളെയും ഒക്കെ അടച്ചാക്ഷേപിച്ചവർ, അതിനുവേണ്ടി നിരനിരയായി പേജുകൾ കോളങ്ങൾ എഴുതി തള്ളിയവർ ഈ തെറ്റ് തിരുത്തിയോ? ഇല്ലല്ലോ. അങ്ങനെ തിരുത്തപ്പെടാത്ത തെറ്റുകളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മതിപ്പ് നഷ്ടപ്പെടുത്തി അവമതിപ്പിനെ മാതൃഭാഷയാക്കി മാറ്റാൻ ഇവിടെ ഞങ്ങളിനി ഒരുക്കമല്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ജാഗ്രതയോടുകൂടി ഉണർന്നെഴുന്നേൽക്കുന്ന ഈ ഒരു ക്രൈസ്തവ പ്രതിബോധം അറിയിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾക്ക് നിശബ്ദമായിരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. 2016 നവംബർ 22 കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. 18 വർഷം മുമ്പ് റുവാണ്ടയിലുണ്ടായ തുത്സി വംശഹത്യയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കത്തോലിക്ക സഭ റുവാണ്ടയിലെ പൊതുസമൂഹത്തോടും ലോകത്തോടും മാപ്പ് പറഞ്ഞു എന്നതാണ് വാർത്ത. 8 ലക്ഷത്തോളം തുത്സി വംശജർ, മിതവാദികളായ ആയിരക്കണക്കിന് തുവ വംശജർ ഈ വംശീയ ആക്രമണത്തിന് ഇരയാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 2016 ഇതിൻ്റെ ഉത്തരവാദിത്തം കത്തോലിക്ക സഭ ഏറ്റെടുത്തുവെന്നും റുവാണ്ടൻ കത്തോലിക്ക സഭ ലോകത്തോടും റുവാണ്ടയോടും മാപ്പ് പറഞ്ഞുവെന്നും പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഒരു വാർത്ത വരികയാണ് ചില പത്രങ്ങളിൽ. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? പരിശുദ്ധ മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിൽ ലോകത്ത് കത്തോലിക്ക സഭയിലൂടെ
വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകൾക്കും മാർപ്പാപ്പ മാപ്പ് പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് റുവാണ്ടൻ സഭയും വന്നുപോയ കുറവുകൾക്ക് മാപ്പ് പറയുകയുണ്ടായി. ആ ഒരു വാക്കിനെ എടുത്ത് വിപുലീകരിച്ച് റുവാണ്ടയിൽ 18 വർഷം മുമ്പ് നടന്ന വംശഹത്യയുടെ ഉത്തരവാദിത്തമാണ് കത്തോലിക്ക സഭ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ ഈ തുത്സി വംശജർ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം വൈദികരും കന്യാസ്ത്രീകളുമാണ്. നൂറുകണക്കിന് മനുഷ്യർ വൈദികരുടെ കൈകളാൽ തന്നെ കൊല്ലപ്പെട്ടു. കന്യാസ്ത്രീകൾ മനുഷ്യരെ കൊലപ്പെടുത്തി തുടങ്ങിയ രീതിയിലാണ് മലയാള പത്രത്തിൽ വാർത്ത വന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. സംഭവിച്ച സത്യം എന്താണ് എന്ന് റുവാണ്ടയിലെ വംശഹത്യയുടെ ചരിത്രമെടുത്ത് വായിച്ചാൽ ഇന്ന് മനസ്സിലാകും. ദേവാലയങ്ങളും സെമിനാരികളും കന്യാമഠങ്ങളും തുറന്നു കൊടുത്താണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കലാപകാരികളിൽ നിന്ന് പാർപ്പിച്ച് രക്ഷപ്പെടുത്തി സൂക്ഷിച്ചത്. വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ഉടുപ്പണിയിച്ചാണ് നിരവധി പേരെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. അങ്ങനെ ജീവൻ കൊടുത്തിട്ടുണ്ട് നിരവധി വൈദികരും സമർപ്പിതരും ഈ റുവാണ്ടയിലെ തുത്സി വംശജരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ ജീവൻ സമർപ്പിച്ച ഒരു സമൂഹത്തെയാണ് ഒരു 2 പതിറ്റാണ്ട് ഇപ്പുറത്തോട്ട് മാറിയപ്പോഴേക്കും ചരിത്രം തിരുത്തി എഴുതി, അതും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമൂഹം തഴച്ചു വളരുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ റുവാണ്ടയിൽ കത്തോലിക്ക സഭ മനുഷ്യക്കൊല നടത്തിയിട്ടുണ്ട് എന്ന് മലയാള പത്രം എഴുതി വെച്ചത്. മാധ്യമങ്ങളുടെ ക്രൈസ്തവ വേട്ട എന്ന ശീർഷകം ഞങ്ങൾ സ്വീകരിക്കാൻ കാരണം ഇത്തരത്തിലുള്ള നിരവധിയായ ഒന്നിടവിട്ടുള്ള മാധ്യമങ്ങളുടെ വ്യക്തമായ ആക്രമണത്തിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ്. 2016 മറ്റൊരു വാർത്ത കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ചു, ക്രൈസ്തവരെ വേദനിപ്പിച്ചു. ഓഗസ്റ്റ് 7-ാം തീയതി കേരള കത്തോലിക്ക സഭ ദൈവവിളി ദിനമായി ആഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അന്ന് കേരളത്തിലെ ചില മുഖ്യധാരാ പത്രങ്ങൾ തലേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ആ വാർത്ത ഇങ്ങനെയാണ്: കേരളത്തിലെ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ അധികാരികളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന കന്യാസ്ത്രീകൾക്ക് മാനസിക രോഗത്തിന് ചികിത്സ ചെയ്യുന്നു എന്നുള്ള വാർത്ത. സന്യാസ ജീവിതത്തോട് വിരക്തി അനുഭവപ്പെട്ട ഒരു സമർപ്പിതയ്ക്ക് സന്യാസ സഭയിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ തോന്നിയ ചില കാര്യങ്ങൾ അവർ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അത് എല്ലാ കന്യാസ്ത്രീ മഠങ്ങളിലും നടക്കുന്ന കാര്യമാണ് എന്ന 1-ാം പേജിൽ തന്നെ വിളിച്ചു പറഞ്ഞത് ദൈവവിളി ദിനമായി കത്തോലിക്ക സഭ ആചരിച്ച ഓഗസ്റ്റ് 7-ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പരിപാവനമായ ജീവിത ശൈലിയായ സമർപ്പിത സമൂഹത്തെയും സമർപ്പിത ജീവിതത്തെയും ആ സമർപ്പിത ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി തിരഞ്ഞെടുത്ത ദിനത്തിൽ തന്നെ ആക്ഷേപിക്കുക എന്നത് ബോധപൂർവമായി ചെയ്തതല്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയും? 2016 ജൂലൈ 26 ലോക മനസ്സാക്ഷി ഞെട്ടിത്തെരിച്ച ഒരു ദിവസമാണ്. ഫ്രാൻസിൽ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഷാഖമാൽ എന്ന 86 വയസ്സുള്ള ഒരു വൃദ്ധ വൈദികനെ ഇസ്ലാമിക് ഭീകരർ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി അൾത്താരയിലേക്ക് തല കുനിച്ചു വെച്ച് പിറകിൽ നിന്ന് കഴുത്തറുത്ത് പിടലി അറുത്ത് കൊലപ്പെടുത്തി അൾത്താരയിൽ ആ പുരോഹിതൻ്റെ ശിരസെടുത്ത് വെച്ച വളരെ ക്രൂരമായൊരു വാർത്ത. ആരാണ് കൊലപ്പെടുത്തിയതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. പിറ്റേ ദിവസത്തെ കേരളത്തിലെ മലയാള പത്രങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് കേരളത്തിൽ അവതരിപ്പിച്ചത്? അത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ക്രൈസ്തവ വാർത്തയായിരുന്നു. കേരളത്തിൽ ആ വാർത്ത 1-ാം പേജിൽ 1-ാം വാർത്തയായി അവതരിപ്പിക്കാൻ ദീപിക ദിനപത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പത്രം അന്ന് 1-ാം പേജിൽ കൊടുത്തത് ഒരു ആന ചത്തുമലച്ച് കിടക്കുന്ന ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഒരു 3 ദിവസം കഴിഞ്ഞ് ഒരു വാർത്ത, ഒരു ക്രൈസ്തവ വാർത്ത ആ പത്രം 1-ാം പേജിൽ കൊടുത്തു. അത് പോളണ്ടിലെ ഒരു യുവജന സമ്മേളനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പായ്ക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പ കാലിടറി വീണ് കിടക്കുന്ന ഒരു ചിത്രമാണ്. ഒരു വൈദികൻ്റെ അൾത്താരയിൽ വെച്ചുള്ള ഇസ്ലാമിക് തീവ്രവാദികളുടെ
അതിക്രൂരമായ ആക്രമണത്തിനിരയായുള്ള കൊലപാതകത്തിൻ്റെ വാർത്ത 15-ാമത്തെ പേജിൽ ഒരു അരക്കോളത്തിൻ്റെ ഉച്ഛിഷ്ടത്തിലേക്ക് ഒതുക്കിയ ഈ മുഖ്യധാരാ പത്രം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒന്ന് കാലിടറി വീണതിൻ്റെ വാർത്ത 1-ാം പേജിൽ തന്നെ 4 കോളത്തിൽ മലയാളികളുടെ മനസ്സിലേക്ക് മുഴുവൻ ഒട്ടിച്ചു വെച്ചു. ഈ വാർത്ത അവതരണത്തെ ഒരു പത്രസ്ഥാപനത്തിൻ്റെ ആ പത്ര മാനേജ്മെൻറ്റിൻ്റെ താല്പര്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ സാക്ഷരസമ്പന്നമായ ഒരു മനസ്സിന് കാണാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശം, ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന സംഭവങ്ങളുടെ അവതരണങ്ങൾ വളരെ ബോധപൂർവം മറ്റു ചിലരെ ഭയപ്പെട്ടുകൊണ്ട് തമസ്കരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹത്തെ ആക്രമിച്ചത് ആരാണെന്ന് ഇവിടെ കേരളത്തിൽ പറഞ്ഞാൽ ഈ പത്രത്തിൻ്റെ വരിക്കാർ അവർ കൂട്ടമായി താമസിക്കുന്ന മേഖലയിൽ പത്രം ഉപേക്ഷിച്ചാലോ എന്നുള്ളതാണ് പത്രം മാനേജ്മെൻറ്റുകളുടെ ഭീതി. അതല്ലാതെ സത്യമെന്ത് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റമല്ല. സാഹചര്യത്തിനനുസരിച്ച് വാർത്തകളെ വളച്ചൊടിച്ച് എങ്ങനെ അത് വ്യാപാരത്തിന് സഹായകരമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ മാധ്യമങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വാർത്തകൾ വികൃതമാക്കുന്നതിൻ്റെ പിന്നിലെ മനോഭാവം എന്നത് വ്യക്തമാണ്. അത്തരത്തിലുള്ള മാധ്യമ ആക്രമണങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ക്രൈസ്തവ മനസാക്ഷിയെ മുറിപ്പെടുത്തുകയും അവഹേളിക്കുകയുമാണ് ചെയ്യുന്നത് എന്നത് ഒരു സത്യം തന്നെയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പ്രസ്ഥാനം വിതരണം ചെയ്യുന്ന വിജ്ഞാന കൈരളി എന്ന മാസിക 2018 ഒക്ടോബർ മാസങ്ങളിൽ പുറത്തിറക്കിയ പതിപ്പുകളിൽ കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും അഭിമാനത്തെ മുറിപ്പെടുത്തിക്കൊണ്ടുള്ള ചില വാർത്തകളുണ്ടായിരുന്നു. കുമ്പസാരത്തിനെതിരെ, പൗരോഹിത്യത്തിനെതിരെ വിജ്ഞാന കൈരളി എന്ന മാസികയുടെ എഡിറ്റോറിയലുകളിൽ പ്രൊഫസർ എന്ന പേരെഴുതിയ ചില വിജ്ഞാന പടുക്കൾ എഴുതി വെച്ചത് ഒരു സമൂഹം ഇന്നോളം കരുതിക്കൊണ്ടുവരുന്ന കാത്തുസൂക്ഷിക്കുന്ന വിശുദ്ധമായ പാരമ്പര്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ജനാധിപത്യ വിശ്വാസികളായ ഒരു വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കുന്ന വാർത്ത വന്നപ്പോൾ ഉണ്ടായത് വളരെ തണുപ്പൻ പ്രതികരണമാണ്. ഈ ഒരു വാർത്ത അവതരണത്തിലൂടെ, ഈ ഒരു ആക്ഷേപ പരാമർശത്തിനെതിരെ ശക്തമായ രീതിയിൽ മാധ്യമ പ്രക്ഷോഭം തന്നെ നടത്തിയത് കത്തോലിക്ക സഭയുടെ സെക്കുലർ ദിനപത്രമായ ദീപിക ദിനപത്രം മാത്രമാണ് എന്ന് പറയാൻ ഈ അവസരത്തിൽ എനിക്ക് മടിയില്ല. കാരണം കത്തോലിക്ക സഭയുടെ അല്ല, ക്രൈസ്തവ സമുദായത്തിൻ്റെ, ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഏറ്റവും പരിശുദ്ധമായ ജീവിതചര്യകളെ ആക്ഷേപിക്കുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ മാധ്യമങ്ങൾ പലപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണ്? ഈ ക്രൈസ്തവ സമൂഹത്തിന് ഒരു സ്വഭാവമുണ്ട്. ആര് കയറി വന്ന് തല്ലിയാലും, ആരാക്ഷേപിച്ചാലും, അതെത്ര വേദനിപ്പിക്കുന്നതാണെങ്കിലും തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു രീതി ഈ സമൂഹം സ്വീകരിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. പകരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സഹിക്കുവാനും തോറ്റുകൊടുക്കുവാനുമാണ് ഞങ്ങളുടെ ഗുരുവും നാഥനുമായ ഈശോ മിശിഹ ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്രമണങ്ങളോടും, എല്ലാ പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള തമസ്കരണങ്ങളോടും, എല്ലാ അവഹേളനങ്ങളോടും ക്ഷമയോടും സ്നേഹത്തോടും കൂടി നിശബ്ദമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നിരന്തരമായി ആക്ഷേപിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൗനം ക്രിസ്തുവിൻ്റെ വിശുദ്ധ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത്തരത്തിലുള്ള മൗനം സഹായകരമാകുമോ എന്നുള്ള ഒരു പുനർവിചിന്തനം നടത്തുകയാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ. വിശ്വാസം നിലനിൽക്കണമെങ്കിൽ വിശ്വാസികൾ നിലനിൽക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. വിശ്വാസികൾ നിലനിൽക്കണമെങ്കിൽ ആ വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തെ പറ്റിയുള്ള അഭിമാനബോധവും മതിപ്പും നിലനിൽക്കണം. പരസ്പരമുള്ള മതിപ്പ് നിലനിൽക്കുകയാണ് എങ്കിൽ മാത്രമാണ് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരുമിച്ച് വളരാൻ, ഹൃദയൈക്യത്തോടു കൂടി വളരാൻ ഒരു സമുദായത്തിന് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യമാണ്. അത്തരത്തിൽ മതിപ്പ് നിലനിൽക്കണമെങ്കിൽ
അഭിമാനത്തിൻ്റെയും ആദരവിൻ്റെതുമായ സംസ്കൃതികൾ തുടരെ തുടരെ ഈ വർത്തമാനകാലത്തിൽ ഈ വിശ്വാസി സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കപ്പെടണം. അതിനു പകരം സംഘടിതമായി ഈ സമൂഹത്തിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ, കുറവുകളായിട്ട് തന്നെ, തെറ്റുകളായിട്ട് തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള കുറവുകൾ അത് പർവ്വതീകരിച്ച് അവതരിപ്പിക്കുവാൻ ചില മാധ്യമങ്ങൾ സംഘടിതമായി നടത്തുന്ന പരിശ്രമങ്ങളെയാണ് ഒരു സമുദായത്തിന് അവമതിപ്പ് മാതൃഭാഷയാക്കണമെന്ന് ചിലർക്ക് പിടിവാശിയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കാനോ ധരിക്കാനോ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 99 ശരികൾക്കപ്പുറത്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന് 100% ശരിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ടാർഗറ്റഡ് മാധ്യമ ആക്രമണങ്ങൾക്ക് നേരെ തന്നെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. 2019 കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയൊരു വർഷമാണ്. സഭയുടെ 1-2 സമുന്നത വ്യക്തിത്വങ്ങളുടെ പേരിലുണ്ടായ കുറ്റാരോപണത്തിൻ്റെ പേരിൽ ഒരു കുറ്റവും ചെയ്യാതെ സത്യസന്ധമായി ജീവിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സമർപ്പിത ജീവിതങ്ങളെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു വർഷമാണ്. വഞ്ചി സ്ക്വയർ സംഭവവും സിസ്റ്റർ ലൂസി സംഭവവുമൊക്കെ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് ഇന്ന് 2021 ഈ ജൂലൈ മാസത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതായിരുന്നു സത്യം, ഏതായിരുന്നു അസത്യം എന്നുള്ളൊരു വിശകലനത്തിൻ്റെ സമയമായി എന്ന് തോന്നുകയാണ്. ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സിസ്റ്റർ ലൂസി എന്ന വ്യക്തിയുടെ അവകാശ സംരക്ഷണത്തിനായി മാധ്യമങ്ങളിലൂടെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ എവിടെയാണ് എന്ന് ചിന്തിക്കുവാൻ ഈ ഒരു അവസരം നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നു ശരി? ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങളുടെ വാദഗതികളാണ് ശരി, ഇന്നോളം നിങ്ങൾ ജീവിച്ച നിയമാവലികൾ തെറ്റാണ്, ഇന്നോളം നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകളൊക്കെ പിഴച്ചുപോയി, ഇന്നോളം നിങ്ങൾ ധരിച്ച വസ്ത്രങ്ങളൊക്കെ അതെല്ലാം കീറിക്കളയണം, അതിനു പകരം മാധ്യമത്തമ്പുരാക്കന്മാരായ ഞങ്ങൾ നടത്തുന്ന മാധ്യമ പ്രസ്താവനകളിലൂടെ ഞങ്ങൾ എഴുതിത്തരുന്ന നിങ്ങളുടെ നിയമാവലി അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ അന്തിച്ചർച്ചകളിൽ നിരന്തരം മണിക്കൂറുകൾ അലറി വിളിച്ചവരിപ്പോൾ എവിടെയാണ്? പ്രിയമുള്ള മാധ്യമ പ്രഭുത്വങ്ങളെ, ക്രൈസ്തവ സമൂഹം സ്വന്തമായി ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ടല്ല, നൂറ്റാണ്ടുകളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തിലെ പൗരോഹിത്യവും സന്യാസവും അത് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ പരിപാവനമായ തുടർച്ചയുടെ ചിഹ്നങ്ങളാണ്. സന്യാസവും പൗരോഹിത്യവും പോലെ തന്നെ തുല്യമായ ഒരു ദൈവവിളി തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ കുടുംബജീവിതം, ദാമ്പത്യം. വിശ്വാസം തഴച്ചു വളരുന്നത് പൗരോഹിത്യത്തിലോ സന്യാസത്തിലോ അല്ല. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ക്രൈസ്തവ വിശ്വാസം തഴച്ചു വളരുന്നത് ക്രൈസ്തവ കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലവ് ജിഹാദ് എന്ന വിഷയം കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ അടിത്തറ ഇളക്കുവാനുള്ള ചിലരുടെ സംഘടിതമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് തുറന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികളെ വശീകരിച്ച് സ്വന്തമാക്കി വെറും ഉപഭോഗ വസ്തുവായി കരുതി തീവ്രവാദികളുടെ തെരുവ് ചന്തകളിൽ എണ്ണം പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇത് ബോധപൂർവം നടത്തുന്ന ആക്രമണമാണ് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾ പ്രേരിതരായത്. കത്തോലിക്ക വിശ്വാസത്തിലുള്ള മക്കൾ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തിലുള്ള മക്കൾ മാത്രമല്ല, ഇതര മതത്തിൽപ്പെട്ട മക്കളും ഇത്തരത്തിലുള്ള സംഘടിതമായ ഗൂഢമായ പ്രണയ ആക്രമണങ്ങൾക്ക് ഇരയായപ്പോൾ അതിനെതിരെ ധീരമായി സംസാരിച്ച മാധ്യമങ്ങൾ ഇവിടെ ഏതൊക്കെയാണ്? സന്യാസ ജീവിതത്തെയും സമർപ്പണ ജീവിതത്തെയും ആക്രമിച്ചപ്പോൾ
സത്യസന്ധമായി സന്യാസം ജീവിക്കുന്നവരുടെ കഥകൾ പൊതുസമൂഹവുമായി പങ്കുവെച്ച മാധ്യമം ഏതാണ്? ഇവിടെ 2019 വഞ്ചി സ്ക്വയർ സംഭവത്തോടൊക്കെ അനുബന്ധമായി കന്യാസ്ത്രീകളുടെ ജീവിതത്തെ മാധ്യമങ്ങൾ വിശകലനത്തിന് വിധേയമാക്കിയപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരു മാധ്യമം കന്യാസ്ത്രീ മഠങ്ങളിലെ അകക്കാഴ്ചകളെ പറ്റി ഗവേഷണം നടത്തി ഒരു പരമ്പര തുടങ്ങി. സാക്ഷര സമൂഹത്തിന് അപമാനമായ വാർത്തകൾ, വാർത്തയല്ല കള്ളത്തരങ്ങൾ, പച്ചക്കള്ളങ്ങൾ തന്നെ ഒരു ജാള്യതയുമില്ലാതെ എഴുതി വെച്ചു. എന്തൊക്കെയാണ് ആ മാധ്യമത്തിൽ എഴുതി വെച്ചത്? 11 വയസ്സാകുമ്പോൾ മാതാപിതാക്കൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ പെൺമക്കളെ കന്യാസ്ത്രീകളാകാൻ നേർച്ച കൊടുക്കുന്നുവെന്ന്, അവർ വൈദികരുടെ താല്പര്യങ്ങൾക്കിരയായി തീരുകയാണ് എന്ന് മാധ്യമം എഴുതി വെച്ചു. അപ്പോഴാണ് കത്തോലിക്ക സഭയിൽ 1700 വർഷങ്ങളായി നിലനിൽക്കുന്ന സമർപ്പിത ജീവിതത്തിൻ്റെ സത്താപരമായ ചൈതന്യം പ്രസ്ഫുരിപ്പിച്ചുകൊണ്ട് മാധ്യമവേട്ട എന്ന പേരിൽ ആ ദിനപത്രത്തിൻ്റെ പേര് തന്നെ വെച്ച് ദീപിക ദിനപത്രത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന 100 കണക്കിന് സമർപ്പിതരുടെ ജീവിത രേഖകൾ ജ്വലിക്കുന്ന സ്നേഹം കൊണ്ട്, ജ്വലിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വെച്ചു. 3-ാം ദിവസം കന്യാസ്ത്രീ മഠങ്ങളിലൂടെയുള്ള യാത്ര ആ ദിനപത്രം അങ്ങ് അവസാനിപ്പിച്ചു. അതിന് 4-ാം ദിവസം വന്നത് എന്താണെന്ന് അറിയാമോ? സമർപ്പിതരിൽ ത്യാഗോജ്വലമായി സേവനമർപ്പിക്കുന്ന കിഡ്നി കൊടുത്ത കുറച്ച് പേരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഉടൻ തന്നെ പരമ്പര അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഈ അഴുക്ക് വാരി വിറ്റ് അരി മേടിക്കാൻ പരിശ്രമിക്കുന്ന മാധ്യമത്തോട് കത്തോലിക്ക സഭയിലെ ഒരു എളിയ അംഗം എന്നുള്ള നിലയിൽ ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. അരി മേടിക്കാൻ പണം ഞങ്ങൾ തരാം. ഈ അസത്യം പുലമ്പാതിരിക്കുമോ? അശ്ലീലം അച്ചടിക്കാതിരിക്കുമോ? ഇന്ന് 2021 ജൂലൈ മാസത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷം കത്തോലിക്ക സഭയിലെ സമർപ്പിത ജീവിതത്തെ വലിച്ചു കീറി ഉപ്പിലിട്ട് അന്തിച്ചർച്ചകളിൽ വിളമ്പിക്കൊടുത്ത ചാനൽ തമ്പുരാക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ്? ഈ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴും അന്തിച്ചർച്ചകൾ നടക്കുമ്പോഴും നിശബ്ദമായി ജപമണികൾ ഉരുട്ടിക്കൊണ്ട് കന്യാമഠങ്ങളുടെ ഇടനാഴികളിലൂടെ സക്രാരി തേടി മൗനമായി നടന്നു നീങ്ങിയ ആയിരക്കണക്കിന് 10,000-കണക്കിന് സമർപ്പിതരുടെ നിശബ്ദമായ ത്യാഗജീവിതത്തിൻ്റെ നന്മകൾ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയിറങ്ങുന്നത് ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇനിയും അത് നിലയ്ക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവശരുടെയും ആർത്തരുടെയും ഗദ്ഗതങ്ങളുടെ അരികിലേക്ക് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, ആരവങ്ങൾ ഉണ്ടാക്കാതെ, ക്യാമറ കണ്ണുകൾ കൂട്ടുവിളിക്കാതെ, ആരും കാണാതെ നിശബ്ദമായി ജീവിതത്തെ തന്നെ ത്യാഗോജ്വലമായി എഴുതി വയ്ക്കുന്ന സമർപ്പിത ജീവിതങ്ങൾ ഇനിയും ഇവിടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജീവിത സാക്ഷ്യം തുടരും എന്നുള്ളത് കൊണ്ട് തന്നെ പറയട്ടെ, ഞങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ ഉയർത്തിയ ആക്രമണങ്ങൾ ഞങ്ങളുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ഒരു തുള്ളി പോലും, ഒരു തെല്ലും കുറച്ചിട്ടില്ല എന്ന്, സന്യാസ ജീവിതത്തോടുള്ള ഞങ്ങളുടെ അഭിനിവേശത്തെ, സമർപ്പണ ജീവിതത്തോടുള്ള പൗരോഹിത്യത്തോടുള്ള ഞങ്ങളുടെ ആ ഇഷ്ടത്തെ, ആ സ്നേഹത്തെ ഒരു തെല്ലുപോലും കുറച്ചിട്ടില്ല. കാരണം സത്യസന്ധമായി ജീവിക്കുന്ന 99.9% സമർപ്പിതരുടെയും ജീവിതം ആ ത്യാഗോജ്വലമായ സാക്ഷ്യം കൊണ്ട് തന്നെ അർത്ഥപൂർണമാണ് എന്ന് അനുഭവിച്ചാണ് ഈ ജൂലൈ മാസം കേരളത്തിൻ്റെ ക്രൈസ്തവ മനസാക്ഷിയെ മാത്രമല്ല, കേരളത്തിൻ്റെയല്ല, ഭാരതത്തിൻ്റെയല്ല, ലോകത്തിൻ്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ സന്യാസ ജീവിതത്തിൻ്റെ സംശുദ്ധ സാക്ഷ്യമായി വിശുദ്ധ അൽഫോൻസാമയെ ഉയർത്തിക്കാണിക്കുക. ഈ ജൂലൈ 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ഈ ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, കത്തോലിക്ക സഭയുടെ സന്യാസിനികളുടെ യാത്ര തെരുവുകളിലേക്കല്ല,
ചാനൽ കണ്ണുകളുടെ മുമ്പിലേക്കല്ല, അൾത്താരയിലേക്കാണ്. അൾത്താരയിലേക്കാണ് ഒരു സമർപ്പിതയുടെ യാത്ര. അൾത്താരയിലേക്കാണ് ഒരു പുരോഹിതന്റെ യാത്ര. ആ യാത്രയ്ക്ക് ഭ്രംശം സംഭവിച്ചവരുണ്ട്, വിഘ്നം സംഭവിച്ചവരുണ്ട്, പാദങ്ങൾ ഇടറിയവരുണ്ട്. എന്നാൽ ഇടറാത്ത പാദങ്ങളുമായി വീണാലും വീണെഴുന്നേറ്റ് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ ജീവിതയാത്ര മുന്നോട്ട് നീക്കുന്ന, അൾത്താര ലക്ഷ്യം വെച്ചുകൊണ്ട് ആത്മാർപ്പണത്തിനൊരുങ്ങി നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് സമർപ്പിതരുടെ ജീവിത സാക്ഷ്യം ഇനിയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ആദരാർദ്രമായ സേവന ശൈലികൾ പകർന്നു നൽകും. മാധ്യമങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മകൾ പങ്കുവയ്ക്കുവാൻ സമയമില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം നന്മകൾ പങ്കുവയ്ക്കുമ്പോൾ ആരും കേൾക്കാനുണ്ടാവില്ല എന്നൊരു ഭീതിയുണ്ട്. മാധ്യമം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഉപജീവനത്തിനുള്ള, അതിജീവനത്തിനുള്ള മാർഗം മാത്രമായി കരുതുന്നവർക്ക് ഭീതിയുണ്ട്. ഇവിടെ നേര് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ പ്രോഗ്രാമിന് വ്യൂവേഴ്സ് ഉണ്ടാവില്ല എന്ന ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവകാശ നിഷേധത്തിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന സമൂഹങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അവരെയൊന്നും തിരിഞ്ഞു നോക്കാതെ അപഭ്രംശങ്ങളുടെ പിന്നാലെ പോയി അഴുക്ക് മാത്രം വാരി വിളമ്പുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന മാധ്യമ തുടിപ്പുകൾ, മാധ്യമ കുതിപ്പുകൾ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് അർഹിക്കുന്ന അർത്ഥത്തിൽ തന്നെ എന്ന് തിരിച്ചറിയുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം. ഇവിടെ ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ സമൂഹം അവകാശങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉണർന്നെഴുന്നേറ്റതിൻ്റെ ഒരു മാധ്യമ സംസ്കാരത്തെ പറ്റി കൂടി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ വിചിന്തനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും നിശബ്ദത പാലിച്ച് തിരസ്കരിച്ച ഒരു വിഷയം, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ന്യൂനപക്ഷ അവകാശ ധ്വംസനം എന്ന വിഷയം കേരളത്തിൻ്റെ മുഖ്യധാരാ ചിന്തയായി ഉയർത്തിക്കൊണ്ടുവന്നതും മാധ്യമങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. 80-20 എന്നുള്ള 2 അക്കങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആവർത്തിച്ച് ഉച്ചരിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ വിതരണത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന പ്രകടമായ അപാകതയ്ക്ക് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ സമർപ്പിച്ച ഒരു ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ഇതുവരെ നിലനിന്നിരുന്ന ആ ഒരു സംവിധാനത്തെ തിരുത്തണം എന്നാവശ്യപ്പെടുകയും ഈ ദിവസങ്ങളിൽ കോടതി വിധി അനുസരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം സർക്കാർ തലത്തിൽ സർക്കാർ നയമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ ചിന്തയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം അത്തരത്തിലുള്ള ഒരു അവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നത്? ക്രൈസ്തവ സമൂഹം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളിൽ അതിന്യൂനപക്ഷമാണ്, മൈക്രോ മൈനോരിറ്റിയാണ്. 2.7% മാത്രമുള്ള ഒരു സമൂഹമാണ്. ഇന്ന് വളർച്ചാ നിരക്ക് അടയാളപ്പെടുത്തുന്ന മതസമൂഹങ്ങളിൽ ക്രൈസ്തവ സമൂഹമില്ല. തളർച്ചാ നിരക്ക് അടയാളപ്പെടുത്തുന്ന സമൂഹത്തിൻ്റെ കൂടെയാണ് പാഴ്സി സിൻഡ്രം ബാധിച്ച ഒരു സമൂഹമെന്ന് വരെയാണ് ക്രൈസ്തവ സമൂഹത്തെ വിളിക്കേണ്ടി വരുന്നത്. കാരണം 2001 സക്കറിയ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 16% ക്രൈസ്തവ കുടുംബങ്ങളിൽ ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരാശരി മക്കളുടെ എണ്ണം തന്നെ ക്രൈസ്തവ കുടുംബത്തിൽ 1 എന്നാണ്. 3 മക്കളെങ്കിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിലാണ് ഒരു തലമുറയെ അതിജീവിക്കുവാൻ ഒരു മതവിഭാഗത്തിന് കഴിയും എന്ന് ജനസംഖ്യാ പണ്ഡിതർ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞ് മാത്രം ശരാശരി ഒരു കുടുംബത്തിൽ ഉള്ള ഒരു സാഹചര്യം വെച്ചുകൊണ്ട് തളർച്ചാ നിരക്ക് നേരിട്ടുകൊണ്ട് അതിജീവനത്തിന് തന്നെ ഭീഷണി നേരിടുന്ന ഈ ഒരു അവസ്ഥയിൽ ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ഒരു തളർച്ചാ നിരക്കിൻ്റെ കാരണത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന്
ഇന്ന് കാർഷിക മേഖല അതിജീവനത്തിനുള്ള ഒരു അടിത്തറ പണിയുന്നില്ല എന്ന്, പകരം ജീവിതത്തിൻ്റെ തന്നെ കൃഷിയെ ആശ്രയിച്ചിരുന്ന പാവപ്പെട്ട കർഷകരുടെ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറ ഇളകിത്തീരുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു സമൂഹത്തിന് അതിജീവനത്തിനായി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അത് അർഹിക്കുന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു ജാഗ്രത ഒരു സമൂഹം പ്രകടിപ്പിച്ചതിൻ്റെ പ്രതികരണങ്ങളാണ് ഇവിടെ ഉയർന്നത്. ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം, ഈ വിഷയത്തെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു പുനർവിചിന്തനം നടത്തണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് മറ്റൊരു വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ, 80% മുസ്ലിം സമൂഹത്തിനും 20% ക്രൈസ്തവരുൾപ്പെടുന്ന മറ്റ് 4-5 വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾക്കും കൂടി വീതം വയ്ക്കുവാനുള്ള തെറ്റായ ഒരു തീരുമാനം, അതിനെ തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും ഇതുവരെ പുലർത്തിയ സാഹോദര്യ ഭാവത്തിന് വിഘ്നം സംഭവിക്കും, മുറിവേൽക്കും എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാനായിരുന്നു മാധ്യമങ്ങൾക്ക് താല്പര്യം. ചില രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യം അങ്ങനെയായിരുന്നു. എന്നാൽ എല്ലാ മതസമൂഹങ്ങളുമായും ഹൃദയബന്ധം, സഹോദര ബന്ധം, എല്ലാവരും ദൈവമക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള സാഹോദര്യ ബന്ധം ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യം മറ്റേതെങ്കിലും ഒരു സമൂഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്കത് കിട്ടണമെന്നായിരുന്നില്ല. പകരം അവകാശപ്പെട്ടത്, അർഹിക്കുന്നത് ലഭിക്കണം എന്നുമാണ്. അത് ചോദിക്കുന്നത് എങ്ങനെയാണ് തരംതിരിവാകുന്നത്, അത് ചോദിക്കുന്നത് എങ്ങനെയാണ് വിഭാഗീയതയാകുന്നത്, അത് ചോദിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ചോദിക്കാൻ ഇവിടെ ദീപിക ദിനപത്രവും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ ഷെക്കൈന ചാനലും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കോടതി വിധി വന്നതിന് ശേഷം, ഗവൺമെൻറ് അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ജാള്യതയോടുകൂടി പോലും പല മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത അവതരിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ക്രൈസ്തവ സമൂഹം ആർക്കും എതിരല്ല. ക്രൈസ്തവ സമൂഹം ഇതര മതസ്ഥർക്കെതിരല്ല, എതിരാകാനും പാടില്ല. കാരണം എല്ലാ മനുഷ്യരുടെയും അഭിവൃദ്ധിയും നന്മയും ക്രൈസ്തവ സമൂഹം അഭിലഷിക്കുന്നു, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹം ഒരു കാര്യം ചെയ്യണം, മറ്റാർക്കും എതിരാകേണ്ട. അവർ ക്രൈസ്തവ സമുദായത്തിന് അനുകൂലമാകണം. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് എതിരാകേണ്ട, മറ്റുള്ളവരുടെ വളർച്ചയെ തടയേണ്ട, ആരെയും ആക്രമിക്കേണ്ട, ആരെയും കൊല്ലണ്ട, ഞാൻ ആരെയും എതിർക്കേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് അനുകൂലമാകണം, എൻ്റെ മതവിശ്വാസത്തിന് അനുകൂലമാകണം. ക്രൈസ്തവർക്ക് അനുകൂലമാകുന്നതിനെ മറ്റുള്ളവർക്കെതിരാകുന്നതാണ് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന മാധ്യമ കാപട്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് അനുകൂലമായ നിലപാടെടുക്കുവാൻ ഒരുങ്ങുകയാണ്, ഉണർന്നെഴുന്നേൽക്കുകയാണ്. മാധ്യമങ്ങൾ നിരന്തരം ക്രൈസ്തവ മനസാക്ഷിയെ ആക്രമിച്ചാലും, ഇന്നോളം ക്രൈസ്തവ മനസ്സ് പരസ്പരം പങ്കിട്ട ആദരവിൻ്റെയും മതിപ്പിൻ്റെയും മനോഭാവങ്ങളെ മുറിച്ചു മാറ്റി അവമതിപ്പൊട്ടിച്ചു വയ്ക്കുവാൻ പരിശ്രമിച്ചാലും നിലനിൽക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടണം. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭാരതത്തിലെ പൗരബോധമുള്ള ജനതയായി ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ അവകാശമാണ്. ആ അവകാശം ലഭിച്ചേ പറ്റുകയുള്ളൂ. ആ അവകാശം ലഭിക്കുന്നത് വരെ പോരാടുക തന്നെ ചെയ്യും. അത് മാധ്യമങ്ങളോട് എതിർത്തുകൊണ്ടല്ല, എല്ലാ മാധ്യമങ്ങളും നന്മ പറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളും സത്യം പങ്കുവയ്ക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളും എല്ലാ മതസമൂഹത്തിൻ്റെയും എല്ലാ പൊതുസമൂഹത്തിൻ്റെയും നന്മകൾ വിതരണം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ പരസ്പരം ആദരിക്കുവാൻ കഴിയുന്ന, പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയുന്ന, പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്ന, ആദരവോടും മതിപ്പോടും കൂടി മുഖമുയർത്തി പരസ്പരം കണ്ണിൽ നോക്കാൻ കഴിയുന്ന അഥർവവേദ സൂക്തം പോലെ മിത്രസ്യ ചക്ഷുഷ സമീക്ഷാമഹേ, മിത്രമേ നിന്റെ കണ്ണിൽ നോക്കി നമുക്ക് പരസ്പരം മുഖം കാണാം എന്ന് പറയാൻ കഴിയുന്ന, ഒരു മുഖം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അടുപ്പം സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുസമൂഹ നിർമ്മിതിയിൽ പങ്കുചേരാമെന്ന് ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല പൊതുസമൂഹത്തെയും സ്നേഹപൂർവ്വം
സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ദിനങ്ങളിൽ ഈ പരിപാടിയിലൂടെ നാം ചർച്ച ചെയ്തത്. സാഹിത്യം, സിനിമ, ചാനൽ ചർച്ചകൾ, സമൂഹ മാധ്യമങ്ങൾ, പത്രമാസികകൾ എന്നിവയിലൂടെ ഈ അടുത്ത നാളുകളിൽ വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ അവഹേളനത്തിന്റെ ഒരു നേർചിത്രം നമുക്ക് ലഭിച്ചു. ഇതിന് പിന്നിലെ കാരണങ്ങളെ പറ്റിയുള്ള ചില നിർണായക വെളിപ്പെടുത്തലുകളും ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകി. മാധ്യമങ്ങളിലൂടെ നടക്കുന്ന ക്രൈസ്തവ അവഹേളനം ഒരു യാഥാർത്ഥ്യമാണ്. നിസ്സാരങ്ങളെന്ന് പറഞ്ഞ് നാം അവഗണിച്ചവ ക്രൈസ്തവ സമുദായത്തിന് വളരെയധികം ദോഷം ചെയ്തു എന്ന യാഥാർത്ഥ്യത്തോട് നാം മുഖം തിരിച്ചിട്ട് കാര്യമില്ല. സഭയെക്കുറിച്ചുള്ള അഭിമാന ബോധത്തിലൂടെ മാധ്യമങ്ങളിലെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ പരിശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പരിപാടി ഇന്നിവിടെ അവസാനിക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയുള്ള ജാഗ്രത നാം അവസാനിപ്പിക്കരുത്. ആരോഗ്യപരമായ വിമർശനങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നാൽ ക്രിസ്തീയ സമുദായത്തിന്റെ ശിഥിലീകരണം ലക്ഷ്യമിട്ട് നടക്കുന്ന പ്രവണതകൾക്കെതിരെ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതികരണത്തിന് നാം മടിക്കരുത്. ബഹുമാനപ്പെട്ട ഫാദർ സേവ്യർ ഖാൻ വട്ടാലേച്ചിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ: ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. നന്ദി. മാധ്യമങ്ങളിലെ ക്രൈസ്തവ വേട്ട എന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഷെക്കേന ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ വീഡിയോകളുടെ കമന്റ് ബോക്സിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താം.